അവസാനമായി അർജുനെ ഒന്ന് കാണാൻ വിവിധയിടങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. തിരക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് രാഹുൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും സ്മിത, ഏതാണ്ട് 8 മണിയോടുകൂടി ഈ മൃതദേഹം ഈ വീട്ടുവളപ്പിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. നിലവിൽ കക്കോടി പാലത്തിന് സമീപവും കണ്ണാടിക്കൽ ജംഗ്ഷനിലുമാണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ നിന്നും അനാവശ്യമായി ഈ വാഹനങ്ങൾ വീട്ടുവളപ്പിലേക്ക് കടത്തിവിടില്ല എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഈ വിലാപയാത്രയുടെ ഭാഗമാവുന്ന ആംബുലൻസും ഒപ്പം തന്നെ VIP വാഹനങ്ങളും മാത്രമായിരിക്കും ഈ കണ്ണാടിക്കലെ അർജുന്റെ ഈ വീട്ടിലേക്ക് കടത്തിവിടുക. മറ്റു വാഹനങ്ങൾ അവിടെ തടയും. ഇവിടേക്ക് വരുന്ന ആളുകൾ പരമാവധി ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കണം എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണി പിന്നിട്ട് 5:30 ആകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ നിരവധി ആളുകളാണ് അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും വർദ്ധിക്കും. വരും മണിക്കൂറുകളിൽ കൂടുതൽ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്മിത. രാഹുൽ സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കണ്ണൂർ നഗരം പിന്നിട്ടു. കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ് വിലാപയാത്ര ഇപ്പോൾ ഉള്ളത്. അവിടെ അതിർത്തിയിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. KK രമ MLA ഉണ്ട്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉണ്ട്, കോഴിക്കോട് ജില്ലാ കളക്ടറുണ്ട്. അവിടെ വെച്ച് അവർ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. ഇപ്പോൾ തന്നെ ആളുകൾ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം 8 മണിയോടെ എന്നുള്ളതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അല്പം വൈകാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം ഇപ്പോൾ കണ്ണൂർ നഗരം പിന്നിട്ട് കോഴിക്കോട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, നേരത്തെ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അധികം വൈകാനുള്ള സാധ്യതയില്ല ഈ സമയക്രമീകരണങ്ങളിൽ. അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞതല്ലേ? ഉന്മേഷ്, നിലവിലെ സമയക്രമം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കണ്ണൂർ നഗരം ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അധികം സമയം യഥാർത്ഥത്തിൽ താമസിക്കുകയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പ്രകാരമുള്ള സമയക്രമത്തിലേക്ക് തന്നെ എത്താൻ കഴിയും. പിന്നീട് ലോറി ഡ്രൈവർമാരുടെ ഒരു ആദരവ് അർപ്പിക്കുന്ന, ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന, വിട നൽകുന്ന ഒരു ചടങ്ങ് എന്ന നിലയ്ക്കുണ്ട്. പിന്നീട് വിലാപയാത്രയും ഉണ്ട്. ആ ഒരു സമയം മാത്രമാണ് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും എടുക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോഴും അധികം താമസിക്കാതെ തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പ്രകാരം ഏറെക്കുറെ തന്നെ എത്തിച്ചേരാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. കാരണം ഇതിനിടയിൽ അഴിയൂരിൽ കാര്യമായ ക്രമീകരണങ്ങൾ എന്ന നിലയ്ക്ക്, അതായത് ഒരു ഔദ്യോഗിക സ്വീകരണം എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടറും മന്ത്രിയും MLA മാരും പങ്കെടുക്കുന്ന ഒരു സ്വീകരണ പരിപാടി എന്ന നിലയ്ക്ക് ആണ് അങ്ങോട്ടേക്ക് സ്വീകരിക്കുക എന്നതാണ് ഉള്ളത്. അതിനുശേഷം പിന്നീട് ഇവിടെ ഏതെങ്കിലും നിലയ്ക്ക് താമസം ഇല്ല. പക്ഷേ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ആകെ വേദനയാണ് യഥാർത്ഥത്തിൽ. കുടുംബത്തിൻ്റേത് മാത്രമല്ല, കേരളം ആകെ കാത്തിരുന്നിട്ടുണ്ട്. 72 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 74 ദിവസമായി. അത്രയും ദിവസവും കേരളം ഒന്നടങ്കം അർജുനെ തിരികെ കിട്ടണമേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമുക്കറിയാം, നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും കേരളം ഒന്നടങ്കം ആ യുവാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്നത് നമുക്കറിയാം. അങ്ങനെയൊരു സമയത്തെ നമ്മൾ പിന്നിട്ടാണ്, അങ്ങനെയൊരു വേദനയെ നമ്മൾ പിന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം ആളുകൾ പലയിടത്തും അന്തിമോപചാരം അർപ്പിക്കാനും മറ്റും അവസരം ഉണ്ടെങ്കിൽ അർപ്പിക്കാം എന്ന് കരുതി ധാരാളം ആളുകൾ ഈ ഇടങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട്. പലയിടങ്ങളിലുമായി അത്തരം ആളുകളെ കാണാനും കഴിഞ്ഞു. പക്ഷേ മന്ത്രിയൊക്കെ ഉൾപ്പെടെ സൂചിപ്പിച്ചത് ധാരാളം ആളുകൾ കോഴിക്കോടേക്കും കണ്ണാടിക്കലിലേക്കും മറ്റും എത്തുന്നതുകൊണ്ടും ഒപ്പം ലോറി ഡ്രൈവർമാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി സമയം അനുവദിക്കേണ്ടതുള്ളതുകൊണ്ടും ആ പ്രദേശവുമുണ്ട്. അങ്ങനെ ഒരുപാട് വൈകിയാൽ പിന്നീട് അങ്ങോട്ടേക്ക് ചടങ്ങുകളും മറ്റും ധാരാളമായി വല്ലാതെ നീണ്ടുപോകാനുള്ളൊരു സാധ്യതയും സാഹചര്യവും ഒക്കെയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഇത്തരം ഇടങ്ങളിലുള്ള അന്തിമോപചാരം അർപ്പിക്കാനും വിട നൽകാനും ഒക്കെയുള്ള സമയം ക്രമം എന്നത് ചുരുക്കുക, പരമാവധി ചുരുക്കുക എന്നതാണ് ഇപ്പോൾ
ഇവിടെയുള്ള മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ നേരത്തെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയത്. ഇനി യഥാർത്ഥത്തിൽ ഈ ബൈപ്പാസിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പ്രവേശിക്കും. പിന്നീട് അങ്ങോട്ടേക്ക്, അതായത് പോലീസ് എസ്കോർട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം പ്രയാസമില്ലാതെ തന്നെ ഇങ്ങോട്ടേക്ക് ഗതാഗത കുരുക്കില്ലാതെ തന്നെ കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ ഈ സമയത്ത് അധികം വാഹനങ്ങളും മറ്റുമില്ല. പക്ഷേ പലയിടങ്ങളിലും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുൾപ്പെടെ ധാരാളം ആളുകൾ ഈ മന്ത്രിക്കും ജനപ്രതിനിധികൾക്കും ഒപ്പം ജില്ലാ കളക്ടറും ഒക്കെ ഇവിടെ നിന്ന് ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, മൃതദേഹം ഏറ്റുവാങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വെച്ചൊരു അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി, കാരണം ഇവിടെ തന്നെയാണ് ഏറ്റുവാങ്ങുന്ന കാര്യങ്ങൾ ചടങ്ങുകളായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറേയധികം ആളുകൾ ഇവിടെ വെച്ച് അന്തിമോപചാരം അർപ്പിക്കാം എന്ന് കരുതുന്നുണ്ട്. കാരണം 72 ദിവസവും യഥാർത്ഥത്തിൽ കേരളം ഒന്നാകെ പ്രാർത്ഥനയോടെയും ഒക്കെ ആഗ്രഹിച്ചത്, അർജുനെ യഥാർത്ഥത്തിൽ ജീവനോടെ തിരികെ കിട്ടണം എന്നാഗ്രഹിച്ചത് കേരളം ഒന്നാകെ ആഗ്രഹിച്ചു. പക്ഷേ അത് ഫലവത്തായില്ലെങ്കിൽ കൂടിയും ഏറ്റവും ഒടുവിൽ ഒരു ഉത്തരം, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു ആശ്വാസം, ആകെ ഒരു ആശ്വാസം വന്നത് ഭൗതികദേഹം കണ്ടെത്തുക, ചടങ്ങുകൾ നടത്തുക എന്നത് മാത്രമാണ് എന്ന് നമുക്കറിയാം. അതിലേക്ക് യഥാർത്ഥത്തിൽ കടക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നൊരാശ്വാസമാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോഴും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു നമ്മൾ ആ വാഹനം, അതായത് യഥാർത്ഥത്തിൽ ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് ട്രക്ക്, അർജുൻ ഓടിച്ചു പോയ ട്രക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. അത് കരയ്ക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അത് മൂകസാക്ഷിയാണ്. കാരണം അർജുൻ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയായാണ് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന അർജുൻ ആ വാഹനവുമായി അങ്ങോട്ടേക്ക് പോയി. ആ വാഹനത്തെ പിന്നിട്ടാണ് യഥാർത്ഥത്തിൽ അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് വന്നത്. ആ വാഹനം തുറന്നപ്പോൾ തന്നെ നമ്മളെ കേരളമാകെ ആ ദൃശ്യങ്ങൾ കണ്ട് കരഞ്ഞതാണ്. മകൻ്റെ കളിപ്പാട്ടം ഉൾപ്പെടെയുള്ള വസ്തുവകകളൊക്കെ അതൊക്കെയായാണ്, അവരുടെ ആ ഓർമ്മകളുമൊക്കെ ആയാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നത്. കേരളമാകെ എത്രത്തോളം അതിൽ വേദനിച്ചിട്ടുണ്ട്. ഈ സമീപകാലത്തൊന്നും കേരളം ഒന്നടങ്കം ഇത്രയധികം ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയധികം അർജുനെ കണ്ടെത്തണം അതിനുവേണ്ടി കേരളം ഒന്നാകെ നിന്നു. കേരളം മാത്രമല്ല, ഉറപ്പായും കർണാടകയും അതോടൊപ്പം തന്നെ മൃതദേഹത്തെ അടക്കം അനുഗമിക്കുന്ന സതീഷ് കൃഷ്ണസൈൽ MLA, ഒപ്പം മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള ആളുകൾ. അങ്ങനെ യഥാർത്ഥത്തിൽ ധാരാളം സിസ്റ്റം അതിനുവേണ്ടി വർക്ക് ചെയ്തു. സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു, കർണാടക സർക്കാർ പ്രവർത്തിച്ചു, ഏറ്റവും ഒടുവിൽ ഡ്രഡ്ജറടക്കം. അങ്ങനെ എത്രയോ നാളത്തെ 72 ദിവസമായും തോൽക്കാതെ ആ മനുഷ്യനെ തിരഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ സംവിധാനങ്ങൾ ഒന്നാകെ. ഒടുവിൽ ഏതായാലും നമുക്ക് വലിയ ദുഃഖത്തിൻ്റെ ഭാരമുണ്ട്. അപ്പോഴും അതിനൊരു ഉത്തരവുണ്ടായി, അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടായി എന്ന ആശ്വാസം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്നതാണ് ഒരു വസ്തുത. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് നേരെ പോവുകയാണ്. അതിനിടയിലാണ് ഈ ലോറി ഡ്രൈവർമാരുടെ ഒരു ആദരമർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം നേരെ കണ്ണാടിക്കലിലേക്ക് പോവുക, അവിടെ നിന്ന് വിലാപയാത്രയായി വീട്ടിലേക്ക് പോവുക എന്ന നിലയ്ക്കാണ് ക്രമീകരണമുള്ളത്. ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ അഴിയൂരിലേക്ക് എത്തും. അവിടെ നിന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങുകയും നേരെ കണ്ണാടിക്കലിലേക്ക് പുറപ്പെടുകയാകും ചെയ്യുക. സജോ ദേവസിയാണ് അഴിയൂരിൽ നിന്ന് ചേർന്നത്. അഴിയൂരിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പാറയ്ക്കലാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത്. അരുൺ, ഇനി അധികം വൈകാതെ അഴിയൂരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സമയക്രമങ്ങളൊക്കെ പാലിച്ചു തന്നെ, വലിയ വൈകലില്ലാതെ തന്നെ കൃത്യമായി നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. അർജുൻ്റെ വീടിനടുത്തുള്ള പ്രദേശത്തൊക്കെ, കണ്ണാടിക്കലിൽ നിന്നൊക്കെ. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു വിലാപയാത്ര? നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും അർജുൻ്റെ വാഹനമെങ്കിലും ഒരു നോക്ക് കാണാൻ അന്ത്യയാത്ര കണ്ണീർ പൂക്കൾ അർപ്പിച്ച് ഒരുപാട് പേർ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതൊന്നും തന്നെ ഈ സമയക്രമം പാലിക്കുന്നതിന് തടസ്സമാകില്ല എന്ന് കരുതാൻ കഴിയുമോ? സ്മിത, ഇപ്പോൾ ഈ അർജുനുമായുള്ള വിലാപയാത്ര ചാല വെസ്റ്റ് പിന്നിട്ടിരിക്കുന്നു, കണ്ണൂർ ചാല വെസ്റ്റ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു സമയക്രമം 8 മണിയോടുകൂടി അർജുൻ്റെ വീട്ടിലേക്ക് അർജുനുമായുള്ള വാഹനം എത്തും എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്രമത്തിൽ കൃത്യമായി ആ സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ഉറപ്പില്ല. പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ ആളുകൾ, അതായത് ലോകം മുഴുവനുള്ള മലയാളികൾ ഈ അർജുൻ എവിടെ എന്ന ഒരു ചോദ്യവുമായി
ആ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നിന്നിരുന്നു. എന്തായാലും അർജുനെയും വഹിച്ചുള്ള ഈ ആംബുലൻസ് പോകുന്ന വഴികളിലെല്ലാം തന്നെ ചെറിയ ചെറിയ വഴികളിലൊക്കെ തന്നെ ഈ ആളുകൾ കൂട്ടത്തോടെ അർജുനെ ഒരു നോക്ക് കാണുന്നതിന്, അർജുനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പല ഭാഗങ്ങളിലും ഈ വാഹനം തടഞ്ഞു നിർത്തി ആളുകൾ അർജുനെ അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. സമയക്രമത്തിൽ ചില മാറ്റങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള, അതായത് ഈ ആളുകൾ പല ഭാഗങ്ങളിലും കൂടുന്നത് സമയക്രമത്തെ ബാധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അഴിയൂരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം, അതായത് ഈ കേരള പോലീസിൻ്റെ എസ്കോർട്ട് വാഹനമുണ്ട്, ഒപ്പം കർണാടക പോലീസിൻ്റെ വാഹനമുണ്ട്. അതിന് നടുവിലാണ് അർജുനെയും വഹിച്ചുള്ള ഈ ആംബുലൻസ് ഉള്ളത്. ഈ വാഹനത്തിന് ഇപ്പോൾ വേഗം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ NH-ലേക്ക്, അതായത് ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു. വാഹനത്തിന് വേഗം കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരാൻ സാധിക്കും, അഴിയൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മന്ത്രി ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി, സംസ്ഥാന സർക്കാരിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ കാത്തു നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ നഗരം അല്പസമയം മുമ്പാണ് പിന്നിട്ടത്. എന്തായാലും ഈ വാഹനത്തിന് ഇപ്പോൾ വേഗം കൂടിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ വികാരവായ്പോടു കൂടി അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലപ്പാടിയിലേക്ക്, അതായത് കേരള കർണാടക അതിർത്തിയിലേക്ക് ഈ വാഹനം എത്തിച്ചേരുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപേ, അതായത് രാത്രി 10 മണി മുതൽ തന്നെ ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു, ഈ അതിർത്തിയിൽ തടിച്ചുകൂടിയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അവിടെ ഒരു 15 മിനിറ്റോളം ഈ വാഹനം നിർത്തിയിടേണ്ടി വന്നു. അതിനുശേഷമാണ് 2 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിലേക്ക് വാഹനം എത്തിയത്. കാസർഗോഡ് നഗരത്തിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി D ശില്പ എന്നിവർ ഈ അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം ഈ പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനാവലി കാസർഗോഡ് നഗരത്തിൽ അർജുനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവരോരോരുത്തരും അർജുന അന്തിമോപചാരം അർപ്പിച്ചു. അരമണിക്കൂറോളം സമയമാണ് ഈ കാസർഗോഡ് നഗരത്തിൽ വാഹനം നിർത്തിയിട്ടത്. പിന്നീട് നീലേശ്വരത്താണ്, ചെറുവത്തൂരിനും നീലേശ്വരത്തിനും ഇടയിലാണ് ഈ വാഹനം നിർത്തിയത്. അവിടെ ലോറി തൊഴിലാളികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ലോറി തൊഴിലാളികളൊക്കെ നിൽക്കുന്ന സമയമാണ്. അവിടെ ഈ വാഹനം നിർത്തേണ്ടി വന്നു. അർജുനുമായുള്ള ആംബുലൻസ് കണ്ട ഉടൻ ലോറി തൊഴിലാളികൾ അവിടേക്ക് എത്തുകയായിരുന്നു. പിന്നീട് കണ്ണൂർ നഗരത്തിലാണ് ഈ വാഹനം നിർത്തിയത്. എന്തായാലും ഇങ്ങനെ പല ഭാഗങ്ങളിലും അർജുന് അത്രത്തോളം സുപരിചിതമായ റോഡാണ്. അർജുൻ വാഹനവുമായി പോകുന്ന ഒരു വഴിയാണ്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ അർജുനെയും വഹിച്ചുള്ള ഈ വിലാപയാത്ര വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും അർജുനെ അറിയുന്ന ആളുകളുണ്ട്, അർജുൻ്റെ സുഹൃത്തുക്കളുണ്ട്, അർജുനൊപ്പം പണിയെടുക്കുന്ന സഹപ്രവർത്തകരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അർജുനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച, വികാരഭരിതമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അഴിയൂരിലേക്ക് ഈ വാഹനം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനത്തിനൊപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണസേൻ, ഒപ്പം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവരുമുണ്ട്. അല്പസമയത്തിനകം തന്നെ അഴിയൂരിലേക്ക് വാഹനം എത്തിച്ചേരും. സ്മിത, ഉന്മേഷ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിലാപയാത്ര കണ്ണൂർ നഗരം പിന്നിട്ട് കോഴിക്കോട് കണ്ണാടിക്കൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവിടെ ജില്ലാ അതിർത്തിയിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക.